നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അത് ഈ മനുഷ്യന് വേണ്ടി. ഒരു കൊലപാതകം ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇയാളെ... ശശി, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തേണ്ടത് ഒരു ഡോക്ടറുടെ ചുമതലയാണ്. എല്ലാം അറിയാവുന്ന നിനക്കെന്താണ് ഇയാളോട് ഇത്ര സഹതാപം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞല്ലോ, ഇനി പോലീസിൽ അറിയിക്കാം. ഇയാൾക്ക് ബോധം തെളിയുന്നതിന് മുൻപ്... സുമി, നിനക്ക് ഭ്രാന്താണ്. ഇയാൾക്ക് ബോധം വന്നാൽ നമ്മളെ രണ്ടുപേരും ഇയാൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയില്ല. രവിക്ക് ഇപ്പോഴൊന്നും ബോധം വീഴില്ല. പൾസ് തീരെ വീക്കാണ്. രക്തം കുറെ ഏറെ പോയിട്ടുണ്ട്. അതാ പറഞ്ഞത്, പോലീസ് വരട്ടെ, അവര് കൊണ്ടുപോയി ചികിത്സിച്ചോളും. ശശി, ഹലോ, പോലീസ് സ്റ്റേഷൻ. രവിയുടെ പോക്കറ്റിൽ കിടന്ന മുദ്രക്കടലാസായത്. എന്താ ഇതില്? ഞാൻ വായിക്കാം. തെക്കങ്കൂർ കോവിലകത്ത് രവി എന്ന് വിളിക്കപ്പെടുന്ന KD രവിവർമ്മ എഴുതുന്ന വിൽപത്രം. സുപ്രീം കോടതി വിധി പ്രകാരം ഈ വരുന്ന 14-ാം തീയതി വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ഞാൻ എന്റെ സർവ്വ സ്വത്തുക്കളും പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും കൊല്ലപ്പെട്ട എന്റെ ഭാര്യ മേഴ്സിയുടെ ഇളയ സഹോദരിയായ ശശികല വർഗീസിനും സഹോദരനും മൈനറുമായ ജോയ് വർഗീസിനും ഇതിനാൽ നൽകിക്കൊള്ളുന്നു. സ്വത്തുക്കളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു. രവിവർമ്മ. ശശി, he is still in a critical stage. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ട്രിപ്പ് ആംബുലൻസ് എടുത്തിട്ട് വരാം. സുമി, ഞാൻ... ശശി, പ്ലീസ് പറയുന്ന കേൾക്കൂ. ശശി ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഇതുവരെ ലീവ് ഒന്നും എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനൊരു അവസരം ഉണ്ടായപ്പോ അത് നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ? രവിവർമ്മയുടെ എസ്കേപ്പിനെ കുറിച്ചുള്ള വാർത്തകളോ കിംവദന്തികളോ ഒക്കെ എഴുതി ഉണ്ടാക്കാൻ ഞാൻ ശശിയാണ് കണ്ടത്. തനിക്കാകുമ്പോ ആ സബ്ജക്റ്റിനെ കുറിച്ച് ടച്ചും ഉണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കി തനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന അവസരമാണ്, മറക്കണ്ട. ഒരാഴ്ചത്തെ ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നേരേക്ക് പോന്നേക്കണം. എക്സ്റ്റൻഷൻ ഒന്നും ചോദിച്ചു വരരുത്. അതുവരെ രവിവർമ്മയെ പോലീസ് പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വരുമെന്ന് എന്റെ പേടി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളായിരിക്കും ആദ്യം ജയിലിൽ പോകുന്നത്. സുമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇനിയെങ്കിലും പോലീസ് അറിയിക്കാം. അവരെ കൊണ്ടുപോയി ചികിത്സിച്ചോളും. ശരിയാണ്, അവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തും. എന്നിട്ട് എന്തിനാ തൂക്കിക്കൊല്ലാൻ? നിനക്കെന്താ ഇയാളെ രക്ഷപ്പെടുന്ന ഇത്ര വാശി? എനിക്കറിയാം, നീ ആ വിൽപത്രം കണ്ട് വീണുപോയി കാണും. എനിക്ക് അയാളെ പണം സ്വത്തൊന്നും വേണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും ഇയാളെ രക്ഷപ്പെടുത്താൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഹി ഡിസേർവ്സ് ഡെത്ത്. ഒരു പക്ഷേ രവി നിരപരാധിയാണെങ്കിലോ? അതോർത്ത് ജീവിതം മുഴുവൻ നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ലേ ചേച്ചി?
നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ ശശി? രവിയുടെയും മേഴ്സിയുടെയും കഥകളെല്ലാം അറിയാവുന്ന ഞാൻ ഒരു കാര്യമില്ലാതെ ഇങ്ങനെയെല്ലാം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? രവിക്ക് ബോധം തെളിഞ്ഞെന്ന് തോന്നുന്നു. രവി, എന്താ രവി? രവി, രവി, സുമേ, ഇതെവിടെ? ആശുപത്രിയാണോ? അല്ല, എന്റെ വീടാണ്. ഞാൻ ഇവിടാണോ വന്നത്? എന്റെ കയ്യിൽ മുദ്രക്കടലാസ് ഉണ്ടായിരുന്നല്ലോ. കിട്ടി, ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ കൈയും കാലും ആകെ വേദനിക്കുന്നു. ഈ കെട്ടൊന്ന് അഴിച്ചു വിടാമോ? ഇല്ല. ഇത് അഴിച്ചാലും എനിക്ക് അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. വെളുപ്പാൻ കാലത്ത് പോലീസിനെ ഭയം ഓടി കയറിയതാ. ഞാൻ നിങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. അഴിക്കട്ടെ ശശി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ ഒന്ന് അഴിച്ചു വിടൂ. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചു വിടൂ സുമേ. പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചു വിടൂ സുമേ. സുമേ, എന്തെങ്കിലും ചടക്കി കുത്തിവെച്ച് ഇയാൾ ഉറക്ക്, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്ക്. എനിക്കൊന്ന് ഉറങ്ങണം. എന്നെ ഉറക്കരുത്, ഞാൻ പോയിക്കോളാം. പ്ലീസ് സുമേ, എന്നെ ഉറക്കരുത്. പ്ലീസ്, എനിക്ക് പോണം. എന്നെ ഉറക്കരുത്, ഞാൻ പോയിക്കോളാം. പ്ലീസ് ഉറക്കരുത്. പ്ലീസ് എന്നെ ഉറക്കരുത് സുമേ. പ്ലീസ് സുമേ, വേണ്ട സുമേ. പ്ലീസ് പ്ലീസ് ഉറക്കരുത്. പ്ലീസ് സുമേ, ഗുഡ് മോർണിംഗ്. വിശക്കുന്നുണ്ടോ? ഇല്ല. ആ മുദ്രക്കടലാസ് ഇവിടെ. എന്താ എത്ര പേടി? ഞാനതെടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ദാ, എനിക്കിത്തിരി പേപ്പർ ഒരു പോസ്റ്റ് വേണം തരൂ. ആ പേരും പറഞ്ഞ് കെട്ടയച്ചു വിടുന്നൊന്നും കരുതണ്ട. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഈ കെട്ടൊന്ന് അയച്ചു വിടാം. ഒരു കത്തെഴുതാൻ. മേൽവിലാസം വിവരം പറഞ്ഞു കൊടുത്താ ഇവിടെ എഴുതി തരും. ഒന്ന് എഴുതി കൊടുക്ക ശശി, എന്റെ കൈയൊക്കെ വൃത്തിയേടാ. കവറിൽ മേശയിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഈ കത്ത് എഴുതി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോലീസ് വിവരം അറിയിക്കും. അഡ്രസ് പറയൂ. മിസ് ശശികല വർഗീസ്, ചെറുപുഴയിൽ ഹൗസ്, മാന്നാർ PO, വയാ തിരുവല്ല. പ്രിയപ്പെട്ട അനുജത്തിക്ക് ഈ കത്ത് പകുതിക്ക് വെച്ച് കീറിക്കളയാതെ മുഴുവനും വായിക്കണം. എന്റെ എല്ലാ സ്വത്തുക്കളും നിന്റെയും ജോയ്മോന്റെയും പേർക്ക് എഴുതി വെച്ചിട്ടുള്ള ഇഷ്ടദാനാധാരവും ഇതിനോടൊപ്പം ഉണ്ട്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ നിങ്ങളൊക്കെയുള്ളൂ. ഒരിക്കലും നിങ്ങൾ ആരെയും ഞാൻ നേരിൽ കണ്ടിട്ടില്ല. എന്നാലും എല്ലാരെ കുറിച്ചും മേഴ്സി എന്നോട് എന്നും പറയുമായിരുന്നു. സത്യം എന്തെങ്കിലും പുറത്തു വരും. അന്ന് പക്ഷെ ഞാനുണ്ടായെന്ന് വരില്ല. നിങ്ങൾ ആരും വിശ്വസിക്കില്ലെന്നറിയാമെങ്കിലും ഞാൻ എഴുതട്ടെ, എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും. നിങ്ങളുടെ ചേച്ചിയെ, എന്റെ മേഴ്സിയെ ഞാനല്ല കൊന്നത്. അവളെന്ത് തെറ്റ് ചെയ്താലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ജീവിതത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സിയായിരുന്നു.
അവൾ ജീവനായിരുന്നു. അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, എന്റെ അമ്മയായിരുന്നു. നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ പറയില്ല, എല്ലാം പച്ചക്കള്ളമാണ്. എന്റെ പേര് കൊന്നത് നിങ്ങളാണ്. നിങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നും കരുതണ്ട. ശശി, പ്ലീസ് പറയരുത് കേട്ടോ. പറയരുത്. ഹലോ, എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നൊന്നുമില്ലേ? എന്താ അവിടെ നിൽക്കുന്നേ? വരൂ. ആ, രവിവർമ്മയെ പേടിച്ച് രണ്ടുപേരും കൂടെ അകത്ത് കയറി കഥവും കൂട്ടി ഇരിപ്പാണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലില്ല, ബെല്ലടിച്ച് ആള് വരാനായപ്പോ എനിക്കായി പേടി. വല്ല വെട്ട് കത്തിയോ കോടാരിയോ എന്താ പ്രയോഗിക്കുന്ന അറിയില്ലല്ലോ. പേടിക്കണ്ട, ഒന്നുമില്ല. വെരി ഗുഡ്. ഞാനിന്ന് രാവിലെ അറിഞ്ഞത്. എന്താ അസുഖം? ഒരു ചെറിയ പനി. അത്രേ ഉള്ളൂ? അതെന്നെ, ചെറിയൊരു പനി വന്നാ മതി. പാവമുള്ള നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ചോളെ. അവിടെ ഓഫീസിൽ എന്ത് ബഹളമാണെന്നറിയാമോ? രവിവർമ്മയെ തേടിപ്പോയ പോലീസുകാരുടെയും പോലീസ് നായ്ക്കളുടെയും ഒക്കെ പിന്നാലെ അവറാച്ചൻ റിപ്പോർട്ടർമാരെ അയച്ചിരിക്കുക, കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട്. പോലീസുകാർ പിടികൂടും മുമ്പ് അവറാച്ച അയാളെ പിടികൂടുമെന്നാ തോന്നുന്നത്. ഇതിനിടയ്ക്ക് സെൻട്രൽ ജയിലിൽ നിന്ന് ആരോ ഒരു റൂമർ അടിച്ചു വിട്ടു. അവരാണ് ഞാൻ തട്ടുവന്ന് രവിവർമ്മ ജയിലിൽ വെച്ച് പറഞ്ഞത്. മൂപ്പര് അന്ത്യകൂതാശയൊക്കെ സ്വീകരിച്ച് മരിക്കാൻ തയ്യാറായിരിപ്പാണ്. ഒരു കാര്യം പറഞ്ഞു. ഇതാ, അത് കൊള്ളാം. ശശി പറഞ്ഞു വിട്ടതാണല്ലോ എന്ന് ഓർത്ത് ആ തോട്ടിക്കാരന്റെ മുറിയിൽ പോയി 1/2 മണിക്കൂർ കരഞ്ഞിട്ട് അവനൊന്ന് നിന്ന് വന്നത്. ഓ രവിശാസ്ത്രി. വരട്ടെ. അജിത്, ഇവൾക്ക് 2 ദിവസം കൂടി ലീവ് വേണം. ആ വിവരം കൂടെ ഒന്ന് ഓഫീസിൽ പറഞ്ഞേക്കണേ. കണ്ടിട്ട് കാര്യമായ അസുഖമൊന്നും തോന്നുന്നില്ല, എന്നാലും ഭയങ്കര അസുഖമാണെന്ന് പറഞ്ഞേക്കാം. ഓക്കെ? കുഴപ്പമൊന്നുമില്ല. ശശിയുടെ ഒരു സഹപ്രവർത്തകന പോയി. ആ കുട്ടി മേഴ്സിയുടെ സഹോദരിയ ശശികല. നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒരു പക്ഷേ അയാൾ പറഞ്ഞത് സത്യമായിരിക്കും. മേഴ്സിയെ കൊന്നത് രവിയാണെന്ന് എനിക്കും വിശ്വാസമില്ല, അന്നും ഇന്നും. നീ പത്രത്തിൽ എഴുതിയതൊന്നും സത്യമല്ല ശശി, സത്യം മറ്റെന്തോ ആണ്. നിനക്കറിയാമോ, വിവാഹമോചനത്തിന്റെ കേസ് കോടതിയിൽ നടക്കുന്ന കാലത്തും മിക്കവാറും രവി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു. മേഴ്സിയുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തരുതെന്നും അതിനെന്ത് ചെലവ് വന്നാലും അത് രവി തന്നുകൊള്ളാമെന്നും പറയുമായിരുന്നു. പറയുക മാത്രമല്ല, പലപ്പോഴും രവിയുടെ ഒരു ജോലിക്കാരൻ പണവുമായി ആശുപത്രിയിൽ വരുമായിരുന്നു. പക്ഷെ ഞാൻ ആ പണം ഒരിക്കലും വാങ്ങിയിട്ടില്ല. മേഴ്സി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചിരുന്നു. ഞാൻ പലപ്പോഴും മേഴ്സിയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് രവിയുമായുള്ള പിണക്കത്തിന്റെ യഥാർത്ഥ കാരണമെന്ന്. അവളതൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എപ്പോഴും പറയുമായിരുന്നു, രവിയേട്ടൻ പാവമാണെന്ന്. മേഴ്സിയുടെ അനുജത്തി ശശിയാണ് നീയെന്നറിഞ്ഞപ്പോൾ മുതൽ രവി ആകെ അപ്സെറ്റാണ്. നീ വന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയൂ.